നമസ്കാരം. ലൈഫ് ഓഫ് ലക്ഷ്യയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ദൃഷ്ടിദോഷം അഥവാ കണ്ണീർ ദോഷം ഏവർക്കും അറിയാവുന്നതാണ്. എന്താണ് ദൃഷ്ടിദോഷം എന്നത്? ഒരുവൻ്റെ നോട്ടത്തിലൂടെ മറ്റൊരാൾക്ക് ദോഷം വരും എന്ന വിശ്വാസത്തിനെയാണ് ദൃഷ്ടിദോഷം അഥവാ കണ്ണീർ ദോഷം എന്ന് പറയുന്നത്. കാരണം നമ്മൾ നാട്ടിൻപുറങ്ങളിലുള്ള ഒരു രീതി തന്നെയാണ് മറ്റൊരാൾ നന്നാവുന്നത്, അല്ലെങ്കിൽ മറ്റൊരാളുടെ കയ്യിലിരിക്കുന്ന നമ്മൾക്ക് അത്ഭുതം തോന്നുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ എന്തുമാകട്ടെ, മറ്റൊരാൾ നന്നാവുന്ന കാണുമ്പോൾ തന്നെ ചില ആളുകൾക്ക് ഉള്ളിലൊരു കാരണം എന്നെ കൊണ്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് സാധിക്കുന്നില്ല, അവൻ അത് എന്തുകൊണ്ട് സാധിച്ചു എന്ന് ചിന്തിക്കുന്നില്ല. കാരണം അവൻ കഷ്ടപ്പെട്ടായിരിക്കും പലതും നേടിയത്. അതിൻ്റെ പിന്നിൽ ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും അവൻ അനുഭവിച്ചിട്ടും ഉണ്ടായിരിക്കും. പക്ഷെ അത് അവൻ ചിന്തിക്കുന്നില്ല, അവനത് നേടി. അപ്പോൾ എനിക്കത് എന്തുകൊണ്ട് കിട്ടുന്നില്ല, അപ്പോൾ എനിക്കും അത് കിട്ടണം, എനിക്ക് കിട്ടാത്തത് അവനും കിട്ടണ്ട എന്നൊക്കെയുള്ള ചില ചിന്തകൾ വരും. അല്ലെങ്കിൽ മറ്റൊരാളുടെ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലൊരു എരിച്ചിടും പറയുന്ന ഒരു ഉണ്ട്. കാരണം പെട്ടെന്ന് കാണുമ്പോൾ തന്നെ ചില ആളുകളെ ദൃഷ്ടി പെടുമ്പോൾ തന്നെ ഉള്ളത് നിമിഷ നേരം കൊണ്ടായിരിക്കും അത് പട്ടുപോകുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലൊരു പുതിയ വാഹനമാകട്ടെ, അല്ലെങ്കിൽ കയ്യിലൊരു ഒരു ഓമനത്വമുള്ള കുഞ്ഞിനെ കാണുമ്പോൾ ആവട്ടെ ഒക്കെ ചില ആളുകളുടെ കണ്ണ് അവരിൽ എന്ന് പറഞ്ഞാൽ പ്രായമുള്ള ആളുകൾ പറഞ്ഞിട്ടാണ് ഇന്നത്തെ തലമുറ. ചിലവർ അത് വിശ്വസിക്കുന്നവരുണ്ട്, വിശ്വസിക്കാത്തവരുണ്ട്. കണ്ണേർ എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ കമ്പയർ എന്ന് പറയും, അല്ലെങ്കിൽ ദൃഷ്ടിദോഷം എന്നൊക്കെയാണ് ഇതിനെ പറയുന്നത്. അങ്ങനെ ഒരു സംഭവത്തെ തള്ളിക്കളയാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. തള്ളിക്കളയുന്നവർക്ക് അത് കളയാം, പക്ഷേ തള്ളിക്കളയാൻ സാധ്യമാകുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ഇതിന് ചെയ്യാനുള്ള ചില പരിഹാരങ്ങൾ, ചെറിയ ചില പരിഹാരങ്ങൾ, അതായത് നമ്മൾ വീട്ടിലുള്ള എല്ലാ അമ്മമാർക്കും സഹോദരിമാർക്കും ഒക്കെ അറിയുന്നതാണിത്. എങ്കിൽ പോലും 1-2 പരിഹാരങ്ങളാണ് കണ്ണ് ദോഷം, അല്ലെങ്കിൽ കമ്പയർ ദോഷം, അല്ലെങ്കിൽ ദൃഷ്ടിദോഷം. പല രീതിയിലാണ് ഇത് പറയുന്നത്, പല സ്ഥലങ്ങളിൽ പല രീതിയിൽ പറയും. അങ്ങനെയുള്ള ബാധിക്കുന്ന ദോഷത്തിനെ എങ്ങനെയാണ് നമ്മളിൽ നിന്ന് അകറ്റാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് ചെയ്ത് അതിനെ ഒഴിവാക്കാം എന്ന് കുറച്ച് 1-2 കാര്യങ്ങളാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് എന്തൊക്കെയെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പുതിയതായിട്ടൊരു വാഹനം, അത് വില കൂടിയ വാഹനം, BMW അല്ലെങ്കിൽ ആ റേഞ്ചിലുള്ള വാഹനമാകട്ടെ, അല്ലെങ്കിൽ ചെറിയൊരു വാഹനമായിക്കൊള്ളട്ടെ, നമ്മളൊരു വാഹനം വാങ്ങിക്കുമ്പോൾ മറ്റൊരാൾ അത് കാണുമ്പോൾ അയ്യോ അവനത് വാങ്ങിച്ചു എന്ന രീതിയിലൊരു കണ്ണീർ വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ വരും എന്ന് നമ്മൾക്ക് തോന്നുകയാണെങ്കിൽ, നമ്മൾ ഒരു പുതിയതായിട്ട് വാഹനം വാങ്ങുമ്പോൾ അതിൻ്റെ മുന്നിലായി ഒരു പൂജിച്ച മാലയോ, അതായത് മാല, നമ്മൾ എല്ലാ വാഹനത്തിലും ഇപ്പോൾ പൂജിച്ച ഓരോ കാര്യങ്ങൾ തൂക്കിയിടാറുണ്ട്. ഇങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ാൽ തന്നെ പൂജിച്ച മാലയോ, അതല്ലെങ്കിൽ ശംഖോ, മറ്റൊരാളുടെ ശ്രദ്ധ എങ്ങനെ ആകർഷിക്കാൻ. കാരണം നമ്മുടെ വാഹനത്തിലല്ല. അപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ ആദ്യത്തെ ദൃഷ്ടി പതിയുന്നത്, പ്രഥമ ദൃഷ്ടി പതിയുന്നത് ഈ വസ്തുവിലായിരിക്കും. കാരണം നമ്മുടെ വാഹനത്തിനേക്കാൾ ഏറെ ഈ വസ്തുവിൽ പതിയുമ്പോൾ ആ ദൃഷ്ടിദോഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തന്നെ തട്ടി മാറിക്കോളും. അപ്പോൾ ഓരോ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നമ്മൾ ഏത് ഭഗവാനെയാണോ ആരാധിക്കുന്നത്, ആ ഭഗവാന് ഏറെ ഇഷ്ടമുള്ളതായിട്ടുള്ള മാല, അല്ലെങ്കിൽ ശിവഭഗവാനാണെങ്കിൽ ഓം, അങ്ങനെ ദേവിയാണെങ്കിൽ ദേവിയുടെ തന്നെ ചെറിയ രൂപങ്ങൾ, ചിത്രങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തൂക്കിയിടുന്നത്. അതുപോലെ ശംഖ്, ഇവയൊക്കെ തൂക്കിയിടുമ്പോൾ മറ്റൊരാളുടെ ദൃഷ്ടി ആദ്യം ആകർഷിക്കുന്ന ഇതിലായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരാൾ നമ്മുടെ വീട്ടുപരിസരത്ത് തന്നെ ചില ആളുകൾ ദൃഷ്ടിദോഷമോ, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾക്കത് ചില വിശ്വാസങ്ങളാണല്ലോ എല്ലാം മനുഷ്യന്. അപ്പോൾ അങ്ങനെ തോന്നുകയാണെങ്കിൽ, അങ്ങനെയല്ല, ആരിൽ നിന്നുമുള്ളൊരു ദോഷവും അങ്ങനെ ബാധിക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള പുതിയൊരു വാഹനം വാങ്ങുകയാണെങ്കിൽ പൂജിച്ച വസ്തുക്കൾ അതിൽ സൂക്ഷിക്കുക. അത് ക്ഷേത്രത്തിൽ പോകുമ്പോൾ മാലയും മറ്റും കാര്യങ്ങൾ നമ്മൾ അത് പൂജിച്ചിടാറുണ്ട്. പക്ഷേ അത് 1-2 ദിവസം കഴിയുമ്പോൾ ആ മാല പഴകുന്നുണ്ട്. അപ്പോൾ അത് പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ സാധ്യമാവുകയല്ല. അപ്പോൾ ഇങ്ങനെയുള്ള വസ്തുക്കൾ, അത് ശംഖോ, അല്ലെങ്കിൽ പൂജിച്ച മാല, അതും അല്ലെങ്കിൽ ചരട്, ഇതൊക്കെ ഓരോരുത്തർ പട്ട്, ഇതൊക്കെ കിട്ടിയിടാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് ചെയ്യുമ്പോൾ ദൃഷ്ടിദോഷം ബാധിക്കാതിരിക്കുകയും, ഒരാളത് നമ്മുടെ വാഹനത്തിനെ നോക്കുമ്പോൾ പ്രഥമ ദൃഷ്ടി ചെന്ന് പതിയുന്നത് ആ വസ്തുവിലായിരിക്കും. അപ്പോൾ ദോഷം തട്ടി നീങ്ങി മാറുകയും ചെയ്യും. അടുത്തതായി പെട്ടെന്ന് ദൃഷ്ടിദോഷം ബാധിക്കുന്നത് പിഞ്ചുകുട്ടികളെയാണ്. അത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പ്രസവിച്ച് ദിവസങ്ങളായ കുട്ടികളിലായിരിക്കും ഏറെയും പെട്ടെന്ന് ദൃഷ്ടിദോഷം പതിയുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കറുത്ത പൊട്ടിടാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കരിവള, ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ പ്രഥമ ദൃഷ്ടിയിൽ നിന്നുണ്ടാകുന്ന ആ ദോഷം, അത് പെട്ടെന്ന് ഉണ്ടാകുന്നത് പിഞ്ചു കുഞ്ഞുങ്ങൾ. 28 കെട്ടിന് മുന്നേ നമ്മൾ ചെന്ന്, അതുകൊണ്ട് ചില മുത്തശ്ശിമാരും അമ്മമാരും ഒക്കെ കുട്ടികളെ അങ്ങനെ പുറത്തുള്ളവരെ കാണിക്കാറില്ല. അത് കാരണം നമ്മളത് അങ്ങനെ അവർക്ക് അലർജി
അലർജി അല്ലെങ്കിൽ ഇൻഫെക്ഷൻ, വൈറസ്, പല പ്രശ്നങ്ങളുണ്ട്. അതുകൂടാതെ ഇങ്ങനെയുള്ള ദൃഷ്ടിദോഷം ബാധിക്കാതിരിക്കാൻ കൂടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേറെ ചില മാർഗം കൂടി പറഞ്ഞു തരാം. അതായത് ഇങ്ങനെയുള്ള കുട്ടികൾ അതുപോലെ ഇപ്പോൾ സ്കൂളൊക്കെ തുടങ്ങി LKജിയിലോട്ടൊക്കെ കുട്ടികൾ പോകുന്ന കാരണം അവരും പ്രഥമ പുറത്തോട്ട് പോവുകയാണ്. അവർ യൂണിഫോമൊക്കെ ഇട്ട് ഒരുങ്ങി ഇറങ്ങി പോകുമ്പോൾ പെട്ടെന്ന് ചില ആളുകൾ കാണുമ്പോൾ അവർ ആ യൂണിഫോമിൻ്റെ തിളക്കമൊക്കെ കണ്ട് കുട്ടികളിലേക്ക് ഒരു ശ്രദ്ധ അല്ലെങ്കിൽ ഒരു കണ്ണേറ് കേൾക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരാതിരിക്കാൻ സ്കൂളിലേക്ക് കുട്ടികൾ പോകുമ്പോഴാകട്ടെ നമ്മുടെ കുഞ്ഞു കുട്ടികൾക്കെല്ലാം ചെവിയുടെ പുറകിലോ കാൽവെള്ളയിലോ പിന്നെ നമ്മുടെ വീട്ടിൽ ചെയ്യുന്നുണ്ടല്ലോ, അതായത് കരി, പ്രസവ സമയത്തൊക്കെ സ്ത്രീകൾക്ക് നോക്കാൻ വരുന്ന സ്ത്രീകൾ തന്നെ കരി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാണ് ഉപയോഗിക്കാറുള്ളത്. പക്ഷേ ഇതിപ്പോൾ അങ്ങനെ സാധ്യമാകാതെ വരുമ്പോൾ മാർക്കറ്റിൽ നിന്ന് കരി വാങ്ങിച്ച് ആ കരി ചെവിയുടെ പുറകിലോ കാൽവെള്ളയിലോ ഒക്കെ ഇട്ട് കൊടുക്കുന്നത് ദൃഷ്ടിദോഷത്തെ കുട്ടികളിൽ ബാധിക്കാതിരിക്കാനായി സഹായിക്കുന്നു. കൊച്ചു കുട്ടികൾക്ക് LKG UKGയിലൊക്കെ പോകുന്ന കുട്ടികൾക്കൊക്കെ ഇതൊന്ന് ഇട്ട് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം പിഞ്ചു കുട്ടികളാണ്. അവർ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ മറ്റുള്ളവരുടെ കണ്ണ് അവരെ ബാധിച്ചാൽ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ അവർക്ക് പഠിക്കാനൊരു അവസരം, ഒരു ഊർജിതം ഇല്ലാതെ വരികയും ഒരു ക്ഷീണവും ഉറക്കവും ഒക്കെ വരികയൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ഒഴിഞ്ഞിടുക, ഉപ്പുമുളകും എടുത്തൊന്ന് ഒഴിഞ്ഞിടുക. അതേപോലെ തന്നെ എപ്പോഴും അവരെ സ്കൂളിലൊക്കെ വിടുന്ന നേരത്ത് ചെവിയുടെ പുറകിലും കാൽവെള്ളയിലും, അത് സ്കൂളിൽ വരുന്ന കുട്ടികൾക്ക് മാത്രമല്ല അല്ലാതെ പിഞ്ചു കുട്ടികൾക്കെല്ലാം ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം കുഞ്ഞുങ്ങളിലാണ് മറ്റുള്ളവരുടെ വാത്സല്യം പെട്ടെന്ന് വന്ന് അട്രാക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവരിലായിരിക്കും മുതിർന്നവരെ അപേക്ഷിച്ച് കുട്ടികളിലായിരിക്കും മറ്റുള്ളവരുടെ ഇങ്ങനെയുള്ള ദൃഷ്ടിദോഷത്തെ പെട്ടെന്ന് വന്ന് ആഗിരണം ചെയ്യുന്നത്. അല്ലെങ്കിൽ പെട്ടെന്ന് അവരിലോട്ടായിരിക്കും ഈ പ്രഥമ ദൃഷ്ടി വന്ന് പതിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുട്ടികളെ അങ്ങനെയുള്ള ദൃഷ്ടികളിൽ നിന്ന് രക്ഷിക്കേണ്ടതും നമ്മുടെ മുതിർന്നവരുടെ കടമയാണ്. അപ്പോൾ കുട്ടികൾക്ക് പുറത്തോട്ട് പോകുമ്പോൾ കഴിവതും ചെവിയുടെ മടക്കിലോ അല്ലെങ്കിൽ കാൽവെള്ളയിലോ കറുത്ത കരി കൊണ്ടുള്ള ഒരു കുത്ത്, ഇച്ചിരി വട്ടത്തിലായിക്കോട്ടെ, അത് കുഴപ്പമില്ല, അങ്ങനെ ഇട്ടുകൊടുക്കാൻ മാതാപിതാക്കളൊന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അടുത്തതായിട്ടുള്ളത് ഗർഭിണികളാണ്. ഗർഭിണികൾ സന്ധ്യാസമയങ്ങളിൽ പുറത്തോട്ട് ഇറങ്ങരുതെന്ന് തന്നെ മുതിർന്നവർ പറയാറുണ്ട്. അത് വരുത്തുപോക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ പറയും. അതുകൂടാതെ ആരെങ്കിലും അത് കാരണം പ്രസവ സമയമാണ്, അവർ ആ ഒരു അതിൻ്റെതായ ഒരു തെളിച്ചവും ഒരു പ്രത്യേകതയൊക്കെ ആ മുഖത്തിനും ആളിനും മുഴുവൻ ഒരു മൊത്തത്തിൽ ഒരു മാറ്റമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. മറ്റുള്ളവരുടെ ദൃഷ്ടി അവരിലേക്കും ഏൽക്കാനുള്ള സാധ്യത ആ സമയത്ത് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ എപ്പോഴും പുറത്തു ഇറങ്ങുന്ന ഗർഭിണികളായ സ്ത്രീകൾ എപ്പോഴും ഒരു ഇരുമ്പ് കഷ്ണം, അതായത് ചിലപ്പോൾ ആണി അല്ലെങ്കിൽ ഇരുമ്പ് കഷ്ണം എന്തെങ്കിലും എപ്പോഴും ഒരു കയ്യിൽ ചുരുട്ടി പിടിച്ചുകൊണ്ട് വേണം പുറത്തേക്ക് ഇറങ്ങാൻ. ഏത് കാര്യത്തിന് പോകുമ്പോഴും ഹാൻഡ് ബാഗ് ഉണ്ടെങ്കിൽ അതിലും ചെറിയൊരു ആണിയൊക്കെ ഇട്ട് കൊണ്ടുപോകുന്നത് നമുക്ക് സുരക്ഷിതമാണ്. നിങ്ങളെക്കാൾ ഏറെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് അത് സുരക്ഷിതമാണ്. അതേപോലെ തന്നെ പാണനില അല്ലെങ്കിൽ പാൻശീല എന്നൊക്കെ പറയും. അത് നമ്മൾ എടുത്ത് ഈ ഇരുമ്പൊക്കെ കൊണ്ടുപോകുന്ന ബുദ്ധിമുട്ടാണെങ്കിൽ ഈ ഇല അത് വേണമെങ്കിൽ തലയിൽ വെക്കാം, അല്ലെങ്കിൽ ബാഗിൽ തന്നെ സൂക്ഷിക്കുക. ഒരു ഇല മടക്കിയെടുത്ത് ബാഗിൽ സൂക്ഷിച്ച് തിരിച്ചു വന്നതിന് ശേഷം അത് ഒഴുക്കി കളയാൻ സാധ്യമല്ല, പറമ്പിലോട്ട് തന്നെ അത് കീറി ഇലയെ ഉപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഗർഭിണികളായ സ്ത്രീകൾ ഇതൊന്ന് ശ്രദ്ധിക്കണം. കാരണം നിങ്ങളെക്കാൾ ഏറെ ഈ സമയത്ത് നിങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ നമ്മളൊരു സംരക്ഷണം കൊടുക്കേണ്ടത് ആ കുട്ടിക്ക് കൊടുക്കണം, അതോടൊപ്പം നിങ്ങൾക്കും ആവശ്യമാണ്. അപ്പോൾ ഈ സമയത്ത് മറ്റുള്ളവരുടെ കണ്ണീർ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പ്രസവ സമയത്തൊക്കെയാണ് സ്ത്രീകളിൽ മറ്റു പുറത്തു നിന്നുള്ള ദുഷിച്ച ഊർജ്ജങ്ങളും മറ്റു കാര്യങ്ങളും ആഗിരണം ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ വേളകളിലൊക്കെ നമ്മൾ സ്വയം ഒരു സംരക്ഷണം നേടാൻ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം നമ്മുടെ ശരീരത്തിനൊരു സംരക്ഷണത്തിനായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ശേഖരിക്കേണ്ടതും അത്യാവശ്യമായ കാര്യമാണ്. ഏവർക്കും അറിയുന്ന കാര്യങ്ങളാണ്, മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. എങ്കിൽ പോലും ഒന്നുകൂടി നിങ്ങളുടെ അറിവിലേക്ക് ഇത് പറഞ്ഞു തന്നുവെന്ന് മാത്രം. നന്ദി.